ഇടയ്ക്ക് ഞാൻ കുറച്ച് നാൾ കെട്ടിയവൻ്റെ കൂടെ ദുബായിലുണ്ടായിരുന്നു. ആ ടൈമിലാണ് ഞാൻ നമ്മുടെ ഈ പാസ്ത ആദ്യമായിട്ട് കഴിക്കുന്നത്. അവിടെ വെച്ച് എനിക്ക് കിട്ടിയൊരു ഫ്രണ്ട്, അവൾ ശ്രീലങ്കനായിരുന്നു. അവളാണ് ആദ്യമായിട്ട് എനിക്ക് ഈ പാസ്ത പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അന്ന് എനിക്ക് ഈ സംഭവം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ അവൾ കാണാതെ അതുകൊണ്ട് കളഞ്ഞ ഒരു കഥയുമുണ്ട്. അങ്ങനെ ദുബായ് വാസമൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തി കഴിഞ്ഞപ്പം എനിക്ക് കൊതി ആ പാസ്ത വീണ്ടും ഒന്ന് കഴിക്കാൻ. പക്ഷേ ഉണ്ടാക്കിയെടുക്കാൻ അറിയത്തില്ല. അങ്ങനെ യൂട്യൂബിലൊക്കെ തപ്പിപ്പറക്കി കണ്ടുപിടിച്ച് ഞാനും നമ്മുടെ ഈ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാൻ അങ്ങ് പഠിച്ചെടുത്ത്. കഷ്ടപ്പെട്ട് റെസിപ്പീസൊക്കെ കണ്ടുപിടിച്ചുണ്ടാക്കിയെടുത്തുകൊണ്ടായിരിക്കണം എനിക്ക് സംഭവം ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനുശേഷം ഞാൻ പലപ്പോഴും ഇത് ഉണ്ടാക്കാറുമുണ്ട് കേട്ടോ. ഓരോ തവണയും ഞാനിത് ഉണ്ടാക്കി കഴിക്കുമ്പം ഞാൻ അവളെ ഓർക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് വല്ലപ്പോഴും ഓരോ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുമ്പം ഞാനത് അവളോട് പറയാറുമുണ്ട്. അങ്ങനെ കഥ പറഞ്ഞ് എൻ്റെ പാസ്ത പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. സംഭവമൊക്കെ സെറ്റായി വന്നപ്പം നമ്മുടെ പാസ്ത ഇത്തിരി കുറുകിപ്പോയോ എന്നൊരു സംശയം. അതുകൊണ്ട് കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ലൂസാക്കിയിട്ടാണ് ഞാൻ പാത്രത്തിലേക്ക് ഇങ്ങ് മാറ്റിയത്. ഇനിയിപ്പം വേറെ പണിയൊന്നുമില്ല, കഴിക്കുക തന്നെ.